മോർണിംഗ് ലിയോ. ലിയോ ലിയോയെ ഞങ്ങൾ രാവിലെ 2 തവണ ഫീഡ് ചെയ്യിപ്പിക്കും. രാവിലെ 6 മണിയാകുമ്പോഴേ ലിയോ എണീക്കും. അപ്പോഴത്തേക്ക് അവന് ഫുഡെല്ലാം റെഡിയാക്കി അവൻ ഫീഡ് ചെയ്യും. നല്ല ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അവൻ്റെ പല്ലൊക്കെ തേച്ച് അവൻ്റെ വായൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ നേരെ ടൗണിലോട്ട് ഇറങ്ങും. അവന് ഫുഡൊന്നുമില്ല, ഫുഡ് തീരാറായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് അവനെ കൂട്ടിലിട്ടിട്ട് ഞങ്ങൾ പോവാം. ആദ്യം ഞങ്ങളൊരു കടയിൽ കയറി, അവിടെ ഒന്നുമില്ല. രണ്ടാമത്തെ കടയിൽ കയറി, അവിടെ ഞങ്ങൾ വിചാരിച്ച സാധനം കിട്ടിയില്ല. പിന്നെ മൂന്നാമത്തെ കടയിൽ കയറി. അവിടെ കയറി അന്വേഷിച്ച് നോക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്റ്റോക്കൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച സാധനം അവിടെ ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കടയുണ്ടായിരുന്നു. അവിടെ കയറി അവിടെ കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് അവനുള്ള ഫുഡ് എടുത്ത് ഒരു 3 കിലോയുടെ പെഡിഗ്രി പ്രോയ് മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതവൻ 1 മാസത്തേക്ക് പോലും കാണത്തില്ല. കൊടുത്തപ്പോഴേ ഫുള്ള് പാത്രവും കാലിയാക്കി. സിദ്ധു ഇല്ലാത്തതുകൊണ്ട് സിദ്ധുവിൻ്റെ കളിപ്പാട്ടത്തില്ല അവൻ്റെ കണ്ണ്. സിദ്ധു ഇല്ലാത്തപ്പോൾ അവൻ്റെ വണ്ടി എടുത്ത് ഓടിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പരിപാടി. കഴിപ്പും കളിയൊക്കെ കഴിഞ്ഞ് ആളടുത്ത് ഉറക്കത്തിലോട്ട് പോവുക. ഇപ്പോൾ അവൻ ഒരു നേരം 2 മുട്ട വെച്ചിട്ടും പിന്നെ പെഡിഗ്രിയോ ബാക്കി കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവന് കാൽസ്യവും വിറ്റാമിനും മരുന്നും കൊടുക്കുന്നു. 2 മരുന്നും കൂടെ അവൻ്റെ ഫുഡിൽ മിക്സ് ചെയ്ത് അവനിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. സിദ്ധു വന്ന് സിദ്ധുവിൻ്റെ കൂടെയുള്ള ചാട്ടവും ബഹളവും എല്ലാം കഴിഞ്ഞ് അടുത്ത ഉറക്കവും കഴിഞ്ഞ് ആൾ കഴിക്കാൻ വിളിക്കുമ്പോൾ ഓടി വരുന്നതാണ്. പേര് വിളിക്കുമ്പോൾ ഇപ്പോൾ റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഫുഡ് എവിടെ നിന്ന് മണം പിടിച്ച് വരുക. എത്ര മരുന്ന് കഴിച്ചാലും അവൻ ആ ഫുഡ് ഫുള്ള് കഴിച്ച് തീർക്കും. കഴിച്ചെല്ലാം കഴിഞ്ഞ് അവിടെ കിടന്ന് ബോൾ തട്ടി കളിക്കുക. ഒരു വ്യായാമമൊക്കെ വേണ്ടേ? എപ്പോഴും കിടന്നിങ്ങനെ ഉറങ്ങിയാൽ മതിയോ? അവനെ ഞങ്ങൾ സ്ഥിരം മേളിലൊക്കെ കൊണ്ടുപോയി ഒന്ന് എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ കാലാവസ്ഥ നല്ല മഴയായതുകൊണ്ട് അവനെ പുറത്തോട്ട് ഇറക്കാൻ പറ്റത്തില്ല. ഇവനിങ്ങനെ കിടത്തി ഉറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവന് നല്ല ഉറക്കം തൂങ്ങിയിരിക്കുക, വായൊക്കെ വലിച്ച് കീറുക. രാവിലെ കഴിക്കുക, പിന്നെ ഉറങ്ങുക, ഇത് തന്നെ പരിപാടി. ഞാൻ മേടിച്ചിട്ട് ജനിച്ചിട്ട് ഇപ്പോൾ 37 ദിവസമായി. ഇനിയിപ്പോൾ ഞങ്ങൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങും സിറ്റുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇങ്ങനെ കിടത്തി ആട്ടാൻ നമുക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ അവൻ ഉറക്കത്തിൽ ഞാൻ തൂക്കി എടുക്കുന്ന അവൻ ഇങ്ങനെ കുത്തിന്ന് കടിക്കുന്നു.